ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് നമ്മുടെ മണി പ്ലാന്റ്സിന് വേണ്ടിയ വളരെ നാച്ചുറലും ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഏതാണെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി മണി പ്ലാന്റിന്. മണി പ്ലാന്റിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് എപ്പോഴും നമ്മൾ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വൺസ് നമ്മൾ നല്ല രീതിയിൽ മണ്ണും വളവും കൊക്കോപ്പീറ്റും എല്ലാം ശരിയായ രീതിയിൽ നിറച്ച് നമ്മൾ ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് അതിൻ്റെ അകത്ത് കാണും. ഇതിന് ഒരുപാട് വളമൊന്നും വേണ്ടാത്ത ചെടിയാണ് മണി പ്ലാന്റ്. ഇൻ കേസ് നമ്മൾ അതിൻ്റെ വളർച്ച ഇച്ചിരി റിട്ടാർഡായി മുരടിച്ചു പോകുന്നു എന്ന് തോന്നിയാൽ മാത്രം നമ്മൾ ഇതുപോലുള്ള ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അന്നേരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് ലിൻസീസ് ലിങ്കിലേക്ക് വരുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഈ മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നട്ട് വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് കെയർ ഒന്നും വേണ്ട. ഇത് നമുക്ക് വെള്ളത്തിൽ നട്ടുപിടിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതേപോലുള്ള ഹാങ്ങിങ് പോട്ട്സിലൊക്കെ ഇടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയാണ്. ഇതുപോലെ താഴേക്ക് വളർന്ന് വരും. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഒരു കമ്പ് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കയറ് കെട്ടി, അത് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അങ്ങനെയും നമുക്ക് ഈ മണി പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമുക്ക് മണി പ്ലാന്റ്സിൻ്റെ, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ കുറേ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്. മാർബിൾ ക്യൂൻ ഉണ്ട്, എൻജോയ് പോത്തോസ്, നിയോൺ പോത്തോസ്, ജെയ്ഡ് പോത്തോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്, സിൽവർ പോത്തോസ് ഉണ്ട്, സാറ്റിൻ പോത്തോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മൾ ചുമ്മാ ഒരു കുപ്പിക്കകത്ത് വെച്ചാലും മതി, കുറച്ച് വെള്ളവുമായിട്ട് വെച്ചാൽ മതി, ഇത് പെട്ടെന്ന് കിളിച്ച് വരുന്നൊരു പ്ലാന്റാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആദ്യം തന്നെ ഞാൻ പറയാം. നമ്മൾ ചായ ഇട്ടതിന് ശേഷമുള്ള ചായയുടെ മട്ടുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇതിനിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. പഞ്ചസാരയൊന്നും ഇല്ലാതെ കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഇതിനിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണും. പിന്നെ ഈ ചെടി നമ്മൾ ആരും കൊണ്ടുപോയി ഭയങ്കരമായിട്ടുള്ള സൺലൈറ്റിലൊന്നും കൊണ്ടിട്ടരുത്. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് അത്ര ഭയങ്കര ചൂടൊന്നും താങ്ങാനുള്ളൊരു ശക്തി നമ്മുടെ ഈ പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റിനില്ല. അന്നേരം ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതിയാകും ഈ മണി പ്ലാന്റൊക്കെ ഇടുന്നിടത്ത്. ഒരുപാട് സൺലൈറ്റ് ഒന്നും വേണ്ട. നമുക്ക് വീടിനുള്ളിലും വെക്കാവുന്ന ചെടിയാണല്ലോ ഈ മണി പ്ലാന്റ്. അതുകൊണ്ടാണ് ഒരുപാട് സൂര്യപ്രകാശം ഇല്ലാത്തൊരു ഭാഗം നോക്കി, മീൻസ് ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്ന ഒത്തിരി ഹാഷായിട്ടുള്ള സൂര്യപ്രകാശം വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഡയറക്റ്റ് ലൈറ്റ് ആയാലും മതിയാകും. ഓക്കെ, പിന്നെ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ എന്നും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചാലും മതിയാകും. ഇങ്ങനെ ഒരുപാട് കെയർ ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് നമ്മുടെ ഈ മണി പ്ലാന്റ്. അതുപോലെ തന്നെ ഇത് ചട്ടിക്കകത്ത് എന്തെങ്കിലും ഇതേപോലെ കളകൾ, പുല്ലൊക്കെ കിളിച്ച് വരികയാണെങ്കിൽ അതൊക്കെ കറക്റ്റ് സമയങ്ങളിൽ പറിച്ചു മാറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ആ ചെടിക്ക് നല്ല രീതിയിൽ അതിന് വേരോടാനും നല്ല രീതിയിൽ വളർന്നു വരാനും അത് സഹായകമാകും. കണ്ടില്ലേ, നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇത് വാങ്ങാൻ തന്നെ നമുക്ക് എല്ലാ നഴ്സറികളിലും അവൈലബിളാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിന് നമ്മൾ വാട്ടർ എന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി മണി പ്ലാന്റ്സിന്. ഇതിൽ ഞാൻ ഒരു 3 തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അത് 3 നമ്മുടെ കിച്ചണിൽ നിന്ന് എടുക്കുന്നതാണ്. ഞാൻ ഇപ്പം സവാളയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നമ്മളത് എടുത്തതിന് ശേഷം അതിൻ്റെ തോല് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 2-3 ദിവസം വെച്ചേക്കുക. അത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. 3 ദിവസം നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഇത് ഊറ്റിയെടുത്ത്
3 or 4 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മണി പ്ലാന്റിന് തളിച്ചു കൊടുക്കുക. നല്ല ഒരു ഗ്രീൻ കളറിൽ നല്ല കളർഫുള്ളായിട്ട് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മുട്ടയുടെ മുട്ട കണ്ടില്ലേ, മുട്ട നമ്മൾ പുഴുങ്ങിയതിന് ശേഷമുള്ള നിമിഷത്തോടാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്. മുട്ട പുഴുങ്ങിയതിന് ശേഷം ആ വെള്ളം കളയുക, ആ പുഴുങ്ങിയ വെള്ളത്തിലേക്ക് ഈ മുട്ടയുടെ തോട് ഇതേപോലെ പൊടിച്ചിടുക. പൊടിച്ചിട്ട് ഒരു 2-3 ദിവസം ഇതേപോലെ വെച്ചിട്ട് ആകാതെ അടച്ച് എവിടെയെങ്കിലും മാറ്റി വെക്കുക. 3-ാമത്തെ ദിവസം നമുക്കിതെടുത്ത് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് ഒരു 3 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അടുത്ത ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ അതുപോലെ തന്നെ ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. ഇത് നമ്മുടെ സാധാരണ പാലാണ്, പശുവിൻ പാലാണ്. ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഈ പശുവിൻ്റെ പാലാണിത്. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിന് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുക. ഓക്കെ, അങ്ങനെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് എല്ലാ ഈ മണി പ്ലാന്റ്സിൻ്റെ ഇലകളിലും നമുക്കിത് തളിച്ചു കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. ഈ ഇലകളുടെ മഞ്ഞളിപ്പ, ഇലയിലുണ്ടാകുന്ന കറുത്ത കുത്തുകൾ, ഇതൊക്കെ മാറാനും ഇത് വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, ചെറിയ അളവിൽ ഫോസ്ഫറസ് ഉണ്ട്, അതുപോലെ മഗ്നീഷ്യം, സിങ്ക്, ഇങ്ങനെയുള്ള ഒത്തിരി ധാതുലവണങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല കരുത്തോടു കൂടി വളർന്നു വരാനുള്ളൊരു ഊർജ്ജം ഇത് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ഫെർട്ടിലൈസർ. ഇത് നിങ്ങൾക്ക് മണി പ്ലാന്റ്സിന് മാത്രമല്ല റോസിന് ഒഴിച്ചു കൊടുക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ മറ്റു പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വളരെ നല്ലതാണ്. നിങ്ങൾക്കറിയാമല്ലോ, പാല് നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് നാച്ചുറലായിട്ട് അതേ രീതിയിൽ ഒന്നും ചെയ്യേണ്ട, ഫെർമെൻറ്റ് ചെയ്യുകയോ അങ്ങനെ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുകൂടെ പറയാം, 1 ലിറ്റർ വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ വെള്ളം എന്ന കണക്കിനെടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ തണ്ടിലും ഇലയിലും എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഈ വഴി നമ്മൾ ഇലകളിൽ കൊടുക്കുന്നത് മൂലം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യമേ, അതുപോലെ പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെടികൾക്ക് കിട്ടുന്നതാണ്. അതുവഴി നല്ലൊരു ഗ്രോത്തും നല്ലൊരു ബ്രൈറ്റ്നസ് ആ ഇലകൾക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ അളവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് പറയാം. ഓക്കെ, ഇത് ഞാൻ ചുമ്മാ ഒരു PVC പൈപ്പിൽ കയറ് ചുറ്റി അതിന് ശേഷം നമ്മുടെ ഈ മണി പ്ലാന്റ് വളർത്തിയാണ്. നല്ല രീതിയിലാണ് വളർന്നു വരുന്നത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇത് എങ്ങനെയാണ് ഈ സ്റ്റിക്ക് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്കിതേപോലെ കയറ് ചുറ്റിയെടുക്കുന്നതെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ചെടി നട്ടു വെക്കുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇത് ഈ ഒരു രീതിയിൽ നടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും ഇങ്ങനെ നട്ടു വെക്കുന്നത്. എല്ലാവരും ഇത് ഇങ്ങനെ ഒന്ന് നട്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് കിളിച്ചു വരും. പിന്നെ നമ്മൾ ഒരുപാട് വെയിലുള്ളിടത്ത് കൊണ്ട് വെക്കാതെ കുറച്ച് ഷെയ്ഡുള്ളൊരു ഏരിയ നോക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഓരോ ഈ വശത്ത് നിന്നും വളർന്നതിന് ശേഷം ഓരോ ഭാഗത്തു നിന്നും പുതിയ ബ്രാഞ്ചസ് പൊട്ടി വളർന്നു വരും. കണ്ടോ, ഇത് കണ്ടില്ലേ, ഇവിടുന്ന് തന്നെ നേരെ വളർന്നു പോയതിന് ശേഷം പിന്നീട് അതിന് ബ്രാഞ്ചസ് വന്ന് ഇങ്ങനെ വളർന്നു വരും. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഓരോരോ ബ്രാഞ്ചസ് ഇങ്ങനെ വന്ന് വളർന്നു വരും. ഇത് നമുക്ക് PVC പൈപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പിലോ ഇതേപോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ ബൈ, സീ യു നെക്സ്റ്റ്